നിങ്ങൾക്കറിയാമോ, അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മൊബൈൽ കമ്മ്യൂണിക്കേഷൻ മേഖല ഒന്നാം തലമുറയിൽ ആരംഭിച്ച് ഇന്ന് അഞ്ചാം തലമുറയിൽ എത്തി നിൽക്കുകയാണ്. ഈ അഞ്ചാം തലമുറയുടെ ഏതാനും ഗുണങ്ങളും ദോഷങ്ങളും നമുക്കിന്ന് പരിശോധിക്കാം. ഇനി നമുക്ക് 5Gയുടെ അഡ്വാൻറ്റേജസ് നോക്കാം. ആദ്യമായി വരുന്നത് നമുക്ക് സ്പീഡ് ഒന്ന് പരിശോധിക്കാം. ഇതിൻ്റെ സ്പീഡ് ഏകദേശം 20 Gbps ആണ് ട്രാൻസ്മിഷൻ സ്പീഡ് വരുന്നത്. ഇത് 5G ടെക്നോളജി 4Gയേക്കാൾ 100 മടങ്ങ് വേഗത്തിലാണ്. അടുത്ത അഡ്വാൻറ്റേജ് ലോവർ ലേറ്റൻസി എന്നതാണ്. ഇത് റിയൽ ടൈം ഡാറ്റ ട്രാൻസ്ഫറിങ് സാധ്യമാണ് എന്നതാണ്. ഇതുകൊണ്ട് തന്നെ നൂതന ടെക്നോളജികളായ ഓൺലൈൻ ഗെയിമിംഗ്, വെർച്വൽ റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവ നമുക്ക് അനായാസം നടത്താൻ സാധിക്കും. അടുത്ത് വരുന്നത് മോർ കപ്പാസിറ്റി. 5Gയുടെ ബാൻഡ് വിഡ്ത്ത് കൂടുതലായതിനാൽ തന്നെ ഇതിനകത്ത് ഒരുപാട് കൂടുതൽ ഡിവൈസുകൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്രൗഡായിട്ടുള്ള ഏരിയകളിൽ നമുക്ക് നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തടസ്സമില്ലാതെ സാധിക്കും. ഇനി നമുക്ക് അടുത്ത അഡ്വാൻറ്റേജ് നോക്കാം, ബെറ്റർ എനർജി എഫിഷ്യൻസി. ഇത് 5G ടെക്നോളജിയിലെ സെല്ലിൻ്റെ വലിപ്പം കുറവായതിനാൽ തന്നെ ഡാറ്റ ട്രാൻസ്മിറ്റിംഗ് പവർ കുറച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡിവൈസുകളുടെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കൂടുതൽ കിട്ടും. കാരണം 4Gയേക്കാൾ കുറഞ്ഞ ബാറ്ററി മാത്രമേ അല്ലെങ്കിൽ കുറഞ്ഞ എനർജി മാത്രമേ ഇതിനകത്തുനിന്ന് എടുക്കുന്നുള്ളൂ. ഇനി അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് റിലയബിലിറ്റി എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജികളിൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് ജാം, അതുപോലെ തന്നെ കോൾ ഫോർവേഡ് ആവാത്ത പ്രശ്നം എന്നിവ ഉണ്ടാവാം. പക്ഷേ 5Gക്കകത്ത് ഇത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് എപ്പോൾ നമ്മൾ കോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ കണക്റ്റ് ആവും, അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ഫുൾ ടൈം കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. അടുത്ത് വരുന്നത് എൻഹാൻസ്ഡ് സെക്യൂരിറ്റി. 5G മുമ്പത്തെ ജനറേഷനേക്കാൾ ഒരുപാട് സെക്യൂർഡ് ആണ്. ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് എൻക്രിപ്ഷനുകളും അതുപോലെ തന്നെ ഒതൻറ്റിഫിക്കേഷൻ മെത്തേഡ്സും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തായി വരുന്നത് പവറിംഗ് ഇന്നോവേഷൻ. 5G ടെക്നോളജി നമുക്ക് മറ്റ് ടെക്നോളജികളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്രോണുകൾ, അതുപോലെ തന്നെ സെൻസറുകൾ, ഇങ്ങനെ വരുന്ന IoT ഡിവൈസുകളുമായിട്ട് ഇതിനെ 5G നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി 5Gയുടെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് കോസ്റ്റ് ആണ്. ഏതൊരു ടെക്നോളജി ആണെങ്കിലും ഫസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് ഇത് ഹൈ കോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുതന്നെയാണ് ഇവിടെ 5Gക്കും വരുന്നത്. ഇത് ഇംപ്ലിമെൻറ്റേഷൻ കോസ്റ്റ് കൂടുതലാണ്. അടുത്ത ഡിസഡ്വാൻറ്റേജ് വരുന്നത് ലിമിറ്റഡ് കവറേജ് ആണ്. 5G ടെക്നോളജിയിൽ ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ഉപയോഗിക്കുന്നതുകൊണ്ട് സെല്ലുകളുടെ വലുപ്പം കുറവായിരിക്കും. ഇതുകൊണ്ട് സെല്ലുകൾക്ക് പുറത്തേക്ക് കവറേജ് ലഭിക്കുകയില്ല. അടുത്ത ഡിസഡ്വാൻറ്റേജ് ആണ് കുറഞ്ഞ ബ്രോഡ്കാസ്റ്റിംഗ് ഡിസ്റ്റൻസ്. 5G ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ഹൈ ഫ്രീക്വൻസി സിഗ്നലാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ സിഗ്നലുകൾക്ക് റിഫ്ലക്ഷൻ കൂടുതലായിരിക്കും. മരങ്ങൾ, ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ റെയിൻ ഇവയൊക്കെ ഇതിൻ്റെ സഞ്ചാരത്തെ പ്രതികൂലമായി ബാധിക്കും. അടുത്ത ഡിസഡ്വാൻറ്റേജ് ആണ് ഹെൽത്ത് റിസ്ക്സ് ഉണ്ടാക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഉയർന്ന ഫ്രീക്വൻസി സിഗ്നലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഈ ഉയർന്ന ഫ്രീക്വൻസി സിഗ്നലുകൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ശാസ്ത്രീയപരമായിട്ട് ഇതിന് യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. മാത്രമല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് ശരിവെക്കുന്നുണ്ട്. അടുത്ത ഡിസഡ്വാൻറ്റേജ് ആണ് ഇൻ്റർഫിയർ വിത്ത് വെതർ ഫോർകാസ്റ്റിംഗ്. 5G സിഗ്നലുകൾ സാറ്റലൈറ്റ് സിഗ്നലുകളുമായി ഇൻ്റർഫിയർ ചെയ്തേക്കാം. ഇത് കാലാവസ്ഥാ പ്രവചനത്തെയും GPS-നെയും തകരാറിലാക്കാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് സെക്യൂരിറ്റി കൺസേൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് 5G ടെക്നോളജിക്കകത്ത് ഒതൻറ്റിക്കേഷനും അതുപോലെ തന്നെ എൻക്രിപ്ഷനും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടി ഹാക്കേഴ്സിന് ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറിങ് ആയതിനാൽ തന്നെ ഹാക്കേഴ്സിന് പെട്ടെന്ന് ഇതിനകത്തോട്ട് നുഴഞ്ഞു കയറാനുള്ള സാധ്യത ഉണ്ട്. അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് കോമ്പാക്റ്റിബിലിറ്റി ഇഷ്യൂ. 5G ടെക്നോളജിക്കകത്ത് ഒരുപാട് ബാൻഡുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. എല്ലാ ഹാൻഡ്സെറ്റുകളും എല്ലാ ബാൻഡുകളും സപ്പോർട്ടീവ് ആയിക്കൊള്ളണം നിർബന്ധമില്ല. അപ്പോൾ നിലവിൽ വരുന്ന പ്രൊവൈഡറുകൾ സപ്പോർട്ട് ചെയ്യുന്ന ബാൻഡ് നമ്മളുടെ കയ്യിലുള്ള ഹാൻഡ്സെറ്റ് സപ്പോർട്ട് ചെയ്തിട്ടില്ലായെങ്കിൽ ഇവിടെ 5G ലഭിക്കുകയില്ല. 5G ടെക്നോളജിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതിലെ പല ഡിസഡ്വാൻറ്റേജസും ഭാവിയിൽ പരിഹരിച്ച് നല്ല കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സിസ്റ്റം നിലവിൽ വന്നേക്കാം.